നമസ്കാരം, LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറവൂർ പാലം നിർമ്മാണം നിർത്തിവെക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. നെടുമ്പാശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വയലിപ്പറമ്പിൽ മാർ ഗ്രിഗോറിയോസ് അനുസ്മരണവും മുൻ വികാരിമാരെ ആദരിക്കൽ ചടങ്ങും ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പറവൂർ പാലം നിർമ്മാണം നിർത്തിവെക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. അശാസ്ത്രീയമായ നിർമ്മാണമെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ദേശീയപാത 66 നിർമ്മിക്കുന്ന പറവൂർ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. വെർട്ടിക്കൽ ക്ലിയറൻസ് പാലിക്കാതെ പാലം നിർമ്മിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനം. ദേശീയപാത അതോറിറ്റിക്ക് പുറമെ ഇറിഗേഷൻ വകുപ്പ്, പറവൂർ നഗരസഭ, ചിറ്റാറ്റുകര പഞ്ചായത്ത്, മുസരീസ് പൈതൃക പദ്ധതി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികളെ ഒഴിവാക്കിയായിരുന്നു ചർച്ച. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി പറവൂർ നഗരസഭയിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂരുമായി ചിറ്റാറ്റുകര പഞ്ചായത്തും പറവൂർ ടൗണുമായി ബന്ധിപ്പിക്കുന്ന പറവൂർ പാലത്തിൻ്റെ നിർമ്മാണത്തിലെ വൈകല്യം, ആ പാല നിർമ്മാണം വളരെ പൊക്കം കുറവാണ് എന്ന ആക്ഷേപം വ്യാപകമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറവൂർ നഗരസഭ അടിയന്തരമായി അതിൽ പരിശോധിക്കുകയും അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2.25 മീറ്റർ മാത്രമാണ് അതിൻ്റെ പുഴയും പാലവും മാത്രമായുള്ള പൊക്കം. അത് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ജലഗതാഗതത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ പൂർണ്ണമായി ബാധിക്കും. തൊട്ടപ്പുറത്ത് 100 വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് പണിത പാലം, ഇരുമ്പും മരവും ആംഗിളർ ഉപയോഗിച്ച പാലം, ആ പാലത്തിന് 5.25 മീറ്റർ പൊക്കമുണ്ട്. അതിൻ്റെ കിഴക്ക് വശത്തുള്ള 50 വർഷം മുമ്പ് പണിത കോൺക്രീറ്റിൻ്റെ പാലം 7.25 മീറ്റർ പൊക്കമുണ്ട്. അപ്പോൾ ഇത്രയേറെ ശാസ്ത്രം പുരോഗമിച്ചിട്ടും ടെക്നോളജി പുരോഗമിച്ചിട്ടും ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആ പാലം നിർമ്മിച്ചത് വളരെയേറെ അശാസ്ത്രീയമാണ്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചപ്പോൾ ബഹുമാന്യനായ ഡെപ്യൂട്ടി കളക്ടർ സ്ഥലപരിശോധന നടത്തി. അദ്ദേഹത്തിന് ബോധ്യമായി 2.25 മീറ്റർ മാത്രമാണ്. അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തു. ജനപ്രതിനിധികളെ മീറ്റിംഗ് ഇന്നലെ വെച്ചു. ഇന്നലെ ജനപ്രതിനിധി മീറ്റിംഗ് ഉൾപ്പെടെ കൂടാൻ തീരുമാനിച്ച ജനപ്രതിനിധികളെ മീറ്റിംഗ് മാറ്റിവെച്ചു. ഉദ്യോഗസ്ഥന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് 2:30 മണിക്കാണ് കളക്ടർ മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് നഗരസഭ നേരിട്ട് ഇന്ന് രാവിലെ 9 മണിക്ക് പിന്നെ നമ്മുടെ മുസ്ലിംസ് പ്രോജക്റ്റുകാരെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയും നഗരസഭാ സെക്രട്ടറിയും PWDയുടെ ബ്രിഡ്ജസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും AEമാരെയും AXമാരെയും വിളിച്ച് നഗരസഭ അടിയന്തരമായി യോഗം ചേർന്ന് നിലവിലുള്ള ഈ പൊക്കക്കുറവ് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന നിർദ്ദേശങ്ങൾ നഗരസഭ കൊടുത്തതനുസരിച്ച്, നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്തതനുസരിച്ച് ഇന്ന് ജില്ലാ കളക്ടറുടെ യോഗത്തിൽ അത് പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വെച്ച നിർദ്ദേശം ആ നിർമ്മാണ പ്രവർത്തനം നിർത്തിവയ്ക്കാൻ സ്റ്റോപ്പ് അമ്മ കൊടുത്തു. അത് ദേശീയപാത അധികൃതർ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതുപോലത്തെ ഒരു ജനകീയ പ്രശ്നം, ആ പ്രശ്നം ഉന്നയിക്കാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ നിന്ന് ജനപ്രതിനിധികൾ മാറ്റി നിർത്തിയത് ശരിയായി. അത് ശക്തമായ പ്രതിഷേധമുണ്ട്. നെടുമ്പാശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വയലിപ്പറമ്പിൽ മാർ ഗ്രിഗോറിയോസ് അനുസ്മരണവും മുൻ വികാരിമാരെ ആദരിക്കൽ ചടങ്ങും ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ മനസ്സിലെ തിന്മയെ ഇല്ലാതാക്കുന്ന പ്രക്രിയയ്ക്ക് ദേവാലയങ്ങൾ മുഖാന്തരമാകണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. അവിടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ ജനങ്ങളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നവരാണ് പുരോഹിതർ. ഇത് ജീവിതാഭിലാഷമായി നടത്തിയതാണ് വലിയ പറമ്പിൽ മാർ ഗ്രിഗോറിയോസിനെ പുണ്യശ്ലോകനായ തിരുമേനി എന്ന സമൂഹം വിളിക്കാനിടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി
നടന്ന വലിയ പറമ്പിൽ മാർ ഗ്രിഗോറിയോസ് അനുസ്മരണവും മുൻ വികാരിമാരെയും ഇടവക വൈദികരെയും ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള. കേരളത്തിലെ വിവിധ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിൽ സഭകൾക്കിടയിൽ ഞാൻ കോട്ടയത്ത് പ്രവാസങ്ങളുടെ അവിടെയുള്ള ആസ്ഥാനത്ത്, അതിൻ്റെ കോട്ടയത്തെ ആസ്ഥാനത്ത് പുണ്യശ്ലോകനായ തിരുമേനിയുടെ ഓർമ്മയെക്കുറിച്ച് ഏതാണ്ടൊരു 1.5 വ്യാഴവട്ടക്കാലം മുമ്പ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പം അത്രയും വലിയ പഴക്കമുള്ള ഇന്നത്തെ ഈ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും ഈ സഭയുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു എന്ന ആ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മ ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അത് ഓർക്കുകയാണ്. സത്യത്തിൻ്റെ മാർഗത്തിൽ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ഈശ്വരനിലേക്ക് മനുഷ്യനെ അടുപ്പിച്ചുകൊണ്ടുള്ള അതിനുള്ള കേന്ദ്രമായ ദേവാലയങ്ങളിൽ ഈ ദേവാലയം അതിനെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിച്ച ഒട്ടേറെ ആളുകൾ ഈ സഭയോട് ബന്ധപ്പെട്ട, ഈ പ്രദേശത്തെ ഇടവകയോട് ബന്ധപ്പെട്ട ആളുകൾ, അവരൊക്കെ വളർന്ന് സാമാജിക ജീവിതത്തിന് സംഭാവന അർപ്പിക്കുന്നവരായി വലിയവരായി അവരെ വളർത്തിയെടുക്കാൻ ഈ ദേവാലയത്തിനും ഇടവകയിലെ അതിൽ ചുമതലപ്പെട്ട ആൾക്കാർക്കും സാധിച്ചു എന്നുള്ളത് ശ്ലാഘനീയമാണ്. വികാരി ഫാദർ മാത്യു പഴുപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ വർഗീസ് മേനാച്ചേരി, മനോജ് ടി പോൾ, ബർസാവുമാർ അമ്പാൻ, കോർ എപ്പിസ്കോപ്പമാരായ വർഗീസ് പുളിയൻ, ടൈറ്റസ് വർഗീസ്, വർഗീസ് അരീക്കൽ, ഫാദർ വർഗീസ് കല്ലാപ്പാറ, ഫാദർ വിൽസൺ വർഗീസ്, ഫാദർ കെ ടി യാക്കോബ്, ഫാദർ വിൽസൺ വർഗീസ് കുവരൻ, ഫാദർ ജി ബി യോഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂബിലി എന്ന് പറയുന്നത് വിമോചനത്തിൻ്റെയും തിരിച്ചു കൊടുക്കലിൻ്റെയും ഒരു അനുഭവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജൂബിലി വിമോചന വർഷമാണ്. നാം സമ്പാദിച്ചതിൽ നിന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കാനും അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രഖ്യാപിച്ച് അടിമകളെ സ്വതന്ത്രരാക്കുവാനുമുള്ള ദിവസങ്ങളായിട്ടാണ് ജൂബിലി വർഷങ്ങളെ നാം കാണുന്നത്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ പര്യവസാനത്തിലേക്ക് നാം എത്തിച്ചേരുന്നതായ നിമിഷത്തിൽ നാം നടത്തിയതായ ജൂബിലി പ്രവർത്തനങ്ങൾ ദൈവാനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിൻ്റെതടക്കമുള്ള 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് മെയ് 7 ചൊവ്വാഴ്ച കൊടികയറും. രാവിലെ 10 ദേവാലയത്തിലെത്തുന്ന കണ്ണൂർ രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുംതലയ്ക്ക് റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് നടക്കുന്ന വർണ്ണശബളമായ ചടങ്ങിൽ വെച്ച് രൂപത മെത്രാൻ അലക്സ് വടക്കുംതല കൊടികയറ്റും. തുടർന്ന് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, വചനപ്രഘോഷണം, തുടർന്ന് നൊവേന, ആരാധന രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന എന്നിവയും നടക്കും. മെയ് 14-നാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. രാവിലെ 10:15 കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടും നിറച്ച് ആശീർവദിക്കും. തുടർന്ന് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും. മെയ് 12 ഞായറാഴ്ച രാവിലെ 9:40 നടക്കുന്ന ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലും, മെയ് 13 നടക്കുന്ന ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരിറ്റസ് റവറൻഡ് ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാളിനെത്തിച്ചേരുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ബിൻസി DMI, ഫ്രാൻസിസ് കറുപ്പശ്ശേരി, ബീനൻ താണിപ്പള്ളി, ആന്റണി കല്ലറയ്ക്കൽ, ജോഷി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ, ആന്റണി PM, ജിൽജോ PG തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024 വർഷത്തിലെ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാൾ ആരംഭം കുറിക്കുന്നു. 10 മണിക്ക് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല പിതാവോട് എത്തിച്ചേരും. 10:15 കൊടികയറ്റം ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു. തുടർന്നുള്ള ദിവ്യബലിയിലും മറ്റുമൊക്കെ അഭിവന്യ പിതാവ് അലക്സ് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും, അത് ചൊവ്വാഴ്ചയാണ്, ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും.
പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റു ദിവസങ്ങൾ ഒഴിച്ചാൽ ഞായറാഴ്ചയാണ്. 12-ാം തീയതി ഞായറാഴ്ച 10 മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് വന്ന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം നമ്മളിവിടെ പ്രസിദ്ധേന്തിമാരുടെ പ്രത്യേക ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 120ഓളം പ്രസിദ്ധേന്തിമാര് ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രസിദ്ധേന്തിമാരായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഓരോ പാർക്കിംഗ് ഏരിയക്കും പേരും നമ്പറും ഇട്ടിട്ട് നമ്മളപ്പോൾ ഈ പുറത്തുനിന്ന് വന്ന പലർക്കും ഞങ്ങളെവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തതെന്ന് പിന്നീട് സംശയമാവും. അതിൻ്റെ പേരിൽ ഓരോ പാർക്കിംഗ് ഏരിയക്കും നമ്പറും പേരും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പാർക്ക് ചെയ്താൽ പുറത്തുനിന്നുള്ളവർക്ക് ആ നമ്പറും പേരും മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ തിരിച്ചു ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് ചെന്ന് വാഹനങ്ങൾ എടുക്കാൻ കഴിയും. അവിടെ എല്ലാവരും കുടിവെള്ളവും പോലീസും സെക്യൂരിറ്റിയും പിന്നെ നമ്മുടെ വാളണ്ടിയേഴ്സും ഉണ്ടാവും. ഈ ചെട്ടിക്കാട് പള്ളിയുടെ എല്ലാ ഗ്രൗണ്ടുകളിലും, പള്ളിയുടെ ബാക്കിലുണ്ട്, പിന്നെ അപ്പുറത്ത് കൊട്ടലിക്കാട്, പിന്നെ ഈ പ്രധാനമായിട്ടും കൊട്ടലിക്കാട് അമ്പലത്തിൻ്റെ പരിസരം, അങ്ങനെയാണ് പാർക്കിംഗ് ഏരിയ സജ്ജീകരിക്കണം. ഒത്തിരി സ്ഥലമുണ്ട്, ഒരു 6 സ്ഥലം അതിനായിട്ട് സജ്ജീകരിച്ച് ഇപ്പോൾ ബോർഡും ഇതെല്ലാം വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പുതിയ തലമുറയിലെ ലഹരി ഉപയോഗത്തിനെതിരെ മാഞ്ഞാലിയിൽ ഹെൽത്ത് മേള സംഘടിപ്പിച്ചു. മാഞ്ഞാലി AS UP സ്കൂളിൽ നടന്ന മേള വാർഡ് മെമ്പർ TA മുജീബ് ഉദ്ഘാടനം ചെയ്തു. മാഞ്ഞാലിയിലും സമീപ പ്രദേശങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹെൽത്ത് മേള സംഘടിപ്പിച്ചത്. കരിമാലൂർ ഗ്രാമപഞ്ചായത്ത്, കരിമാലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാഞ്ഞാലി AS UP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ TA മുജീബ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ നമ്മുടെ പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നു, അതിനടിമപ്പെട്ടു പോകുന്നു, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്ത് ഇൻ്റലിജൻസിന് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണം, ഇതൊരു ബോധവൽക്കരണത്തിൽ ഒതുക്കാതെ നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്ന ക്ലാസുകൾ നമ്മളുടെ മനസ്സിൽ അതിരുത്തി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സംരക്ഷണവും അവർക്ക് വേണ്ട നേർവഴിയും നിങ്ങൾ പകർന്നു നൽകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, ലഹരി പല വിധത്തിലുള്ള, ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ലഹരി പല വിധത്തിലാണ്. ആ ലഹരി ഉപയോഗവും അതിൻ്റെ വിൽപ്പനയും നമുക്കറിയാം വ്യാപിക്കുമ്പോൾ ഒരു സമൂഹം നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവാണ്. ആ നാശത്തിലേക്ക് പോകുന്ന യുവാക്കളെ, കുട്ടികളെ, ഇപ്പം യുവാക്കളെക്കാൾ ഉപരി കുട്ടികൾ, അതായത് 9ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ ഇത് അടിമപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത, NHM PRO ശ്യാം, മാനസികാരോഗ്യ കേന്ദ്രം പ്രോഗ്രാം ഓഫീസർ ബിജിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അരവിന്ദ്, രാജലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെ യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിലെ ഊഷ്മളമായ ബന്ധങ്ങൾ, നല്ല 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 സുഹൃത്തുക്കള്, നല്ല ജീവിത ചിട്ടകള്, വ്യായാമം നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ കുറവാണ്. ഇങ്ങനെ ചിട്ടയായ ഒരു ജീവിതവും ഊഷ്മളമായ ബന്ധങ്ങളും നിങ്ങൾ വളർത്തിയാൽ തന്നെ കുട്ടികൾ ഇതിൽ നിന്ന് അകന്നു പോകും. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാക്കോളാസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് എളങ്കുന്നപ്പുഴയിൽ തുടക്കമായി. KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാക്കോളാസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ 7 ആരോസ് ഫുട്ബോൾ അക്കാദമിയുടെ ഹോം മത്സരങ്ങൾ KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമുക്ക് ഇതുപോലെ നല്ല മൈതാനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. കൊയ്ത്തുപാടങ്ങള്, കൊയ്ത്തിന് ശേഷമുള്ള പാടങ്ങളിലാണ് കളിച്ചു വളർന്നിട്ടുള്ള പല ആളുകൾ. ഇന്നിപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട്, ഇപ്പം IM വിജയനെ പോലുള്ള ആളുകൾ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അഭിമാനങ്ങളായി നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വൈപ്പിൻകരയിൽ നിന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ ദേശീയ ഗെയിംസിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ ജേഴ്സി അണിയുക എന്നുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ തലമുറയെല്ലാം കാത്തിരിക്കുന്നത്. അതിനൊരു സന്ദർഭം തീർച്ചയായിട്ടും ഇതിന് ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. എളങ്ങുന്നപ്പുഴ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രസാദ് കാകൻ അധ്യക്ഷത വഹിച്ചു. 7 ആരോസ് ടീമിന്റെ എവേ ജേഴ്സി KFA പ്രതിനിധി ജെയിൻ ജോർജ് പ്രകാശനം ചെയ്തു. കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KL ദിലീപ് കുമാർ, KJ ഫ്രാൻസിസ്, സനൽരാജ്, ES സുബീഷ് കുമാർ, KS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് 7 ആരോസിനെ പരാജയപ്പെടുത്തി. അണ്ടർ 15, അണ്ടർ 14 വിഭാഗങ്ങളിലാണ് 7 ആരോസ് പങ്കെടുക്കുന്നത്. ഹോം ആൻഡ് എവേ രീതിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ 15
18-ൽ ടീമുകൾ 2 തവണ വീതവും അണ്ടർ 14-ൽ 3 തവണ വീതവും ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും. 3 മാസത്തിലധികം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ജേതാക്കൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടും. മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും ജില്ലാതലത്തിൽ ഒരുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറവൂർ പാലം നിർമ്മാണം നിർത്തിവെക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. നെടുമ്പാശ്ശേരി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വയലിപ്പറമ്പിൽ മാർ ഗ്രിഗോറിയോസ് അനുസ്മരണവും മുൻ വികാരിമാരെ ആദരിക്കൽ ചടങ്ങും ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടിയേറും. കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.